നിങ്ങളുടെ പാർട്ട്ണറിന്റെ പേരിൽ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കുവാണ്. നിങ്ങൾ അറിയാതെ ഒരു ദിവസം ആ പാർട്ട്ണർ അത് വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗഫൂർക്കയെ കുറിച്ചാണ് പറയുന്നത്. ഗഫൂർക്ക ഭാര്യ വാങ്ങിച്ചു കൊടുത്ത വീടും വിറ്റിട്ട് ഗൾഫിലേക്ക് ചേക്കേറാൻ പോവാണ്. ഏകദേശം 12,000 രൂപ വരുന്ന ഊഞ്ഞാലൊക്കെ ഇദ്ദേഹം 2,900 വിറ്റിട്ട് ഇങ്ങേര് സ്വയം ആനന്ദം കണ്ടെത്തുകയാണ്. ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടേരാൻ ഇങ്ങേര് ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ടെന്ന് സിലു പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് എന്നുള്ളതാണ്. ഞാൻ സപ്പോർട്ട് ഉണ്ടോ സാർ? ഒന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കൂടി 41 ലക്ഷം ഒന്നും അല്ല പോയേക്കുന്ന കോടികളാണ്. കാരണം ഇങ്ങേറെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. 15,000 രൂപ വരുന്ന സാധനം 2,900 കൊടുക്കും, 1 ലക്ഷം രൂപ വരുന്ന സാധനം 10,000 കൊടുക്കും. പിന്നെ എങ്ങനെയാണ് കടം വരാതിരിക്കുന്നത്? എനിക്ക് ഇങ്ങേറെ ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോഴത്തേനും ഓർമ്മ വരുന്നത് ഒരു മൂവിയിലെ ലാലിന്റെ ക്യാരക്ടറിനെയാണ്. ഇപ്പൊ അത് വന്ന വിലയിലും കുറച്ചുകൊണ്ട് 2,499 രൂപ, അതായത് 2499 ആണ് ഇപ്പൊ കൊടുക്കുന്നത്. പുള്ളിക്കാരി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വീട് മുന്നോട്ട് നീക്കുന്നു. ഇങ്ങേരാണെങ്കിൽ നശിപ്പിക്കാനായിട്ട് മാത്രം ഇരിക്കുന്നു. പുള്ളിക്കാരൻ എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് സില്ലുവായിട്ടുള്ള പ്രശ്നം പബ്ലിക്കിലെത്തിയത്. ആ സമയത്ത് തന്നെ പുള്ളി വീട് വിൽക്കാൻ നോക്കുന്നു. പുള്ളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ആ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. അതിലൂടെ ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല. കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം രണ്ടുപേരും കൂടെ ഒത്തിട്ട് അങ്ങനെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ജിനൂസിന്റെ വീഡിയോസിൽ അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവരെ നേരിട്ട് അറിയാവുന്ന ഒരാളിട്ട കമന്റ് ആണ്. ഗഫൂർക്ക കാരണം ഇപ്പോഴല്ല പുള്ളിക്കാരി കടത്തിലാകുന്നത്. ഇതിനു മുമ്പും ഗഫൂർക്ക ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് തിരിച്ചു കൊടുത്തത്. ഇനിയും കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കടം വാങ്ങിക്കും. ഇദ്ദേഹം സിലു ഉണ്ടാക്കി വെച്ചതെല്ലാം നശിപ്പിക്കൂ എന്നാണ് ഈ കമന്റ് പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ ആ വീട്ടിൽ ഗഫൂർക്കയ്ക്ക് ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഉറങ്ങുക, എഴുന്നേക്കുക, ഫുഡ് കഴിക്കുക, ഇത് മാത്രമാണ് ഗഫൂർക്കയുടെ ജോലി. ഗഫൂർക്ക അറിയാത്ത ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പോയി. അങ്ങനെയാണ് ഈ പൈസ പോയത്. എനിക്ക് തോന്നുന്നു ഗഫൂർക്ക ബിസിനസ്സിലൂടെ ചാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. 1 ലക്ഷം രൂപയുടെ സാധനം വരെ 5,000-നും 10,000-നും ഒക്കെ കൊടുക്കുന്ന ബിസിനസ് മാഗ്നറ്റ് കേരളത്തിൽ ഗഫൂർക്ക മാത്രമേ ഉള്ളൂ. വിയർക്കാതെ കിട്ടുന്ന പൈസ ആയതുകൊണ്ടാണ് ഗഫൂർക്ക നിങ്ങൾ ഇതുപോലത്തെ തട്ടിപ്പൊളി ബിസിനസ് ഒക്കെ നടത്തുന്നത്. പിന്നെ മറ്റൊരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആണ് ഇവര് തമ്മിലുള്ള തട്ടിപ്പാണി പിണക്കമെന്ന്. അതായത് പിണങ്ങിയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് റീച്ച് കൂട്ടാനുള്ള പരിപാടിയാണ് ഇതെന്നാണ് ഒരാൾ പറയുന്നത്. ഇവർ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ള ഒരു യൂട്യൂബർ ആണ്. അത്യാവശ്യം ആളുകൾക്കെല്ലാം ഇവരെ അറിയാം. മാത്രമല്ല ഇവരുടെ ഭർത്താവാണെങ്കിലും വീഡിയോയിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അയാളെ കാണാതായിട്ടുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കും എവിടെ പോയതാന്ന്. 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എൻ്റെ 17 വയസ്സും 3 മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് ഈ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ 100% അതെടുത്ത് റിയാക്ട് ചെയ്യും. ഇപ്പൊ സിലു ആണെങ്കിൽ തന്നെയും നിങ്ങൾ വേറെ പിരിഞ്ഞ വീഡിയോ യൂട്യൂബിൽ ഇട്ടു. അപ്പൊ സിലുവിനും അതിൽ നിന്ന് പൈസ കിട്ടി, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അത് റീച്ച് തന്നെയല്ലേ? ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തില് അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത്. കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ ഇന്റിമേറ്റ് ആയി, നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും. വിവാഹം കഴിഞ്ഞ് 17 വയസ്സെന്നൊരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തില് നമ്മള് വേറൊരു വീട്ടില്, അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളമാര്, ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ്. ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളിങ്ങനെ ചിന്തിക്കും ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നന്നായി ഒരുങ്ങ, നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടും, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാല് കുറെ ടൂറൊക്കെ പോവാം. ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടാണ് ഈ പെൺകുട്ടി മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഗൾഫുകാരനെ കെട്ടിയത് ഈ പുള്ളിക്കാരിയുടെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റായി പോയെന്നാണ് പറയുന്നത്. ഗഫൂർക്ക കാണിച്ചു കൂട്ടുന്നതൊക്കെ മണ്ടന്മാര് പോലും കാണിക്കാത്ത പരിപാടിയാണ്. ഇവർക്കെതിരെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. സിലുവും ഗഫൂർക്കയും കേസ് കൊടുക്കുമെന്ന് അറിയത്തില്ല. കാരണം അമ്മാതിരിയൊക്കെയാണ് ആളുകൾ പറഞ്ഞു കൂട്ടുന്നത്. ഗൈസ്, ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.